തീവ്രവാദത്തിന് ഇവിടെ വേരോട്ടമുണ്ടാക്കാനാണ് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നത് എന്നാണ് നേരത്തെ നുസ്രത് ജഹാൻ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം പാക് ഓക്യുപ്പൈഡ് കാശ്മീരിൽ നടന്ന ഒരു സംഭവമാണ്. അവിടെ എന്തിനാണ് ഹമാസിന്റെ നേതാവിന് കാര്യം? നുസ്രത് ജഹാൻ ചൂണ്ടിക്കാണിച്ചത് അങ്ങേയറ്റം ഗൗരവതരമായ ഒരു വിഷയമാണ്. അവിടെ ഇന്ത്യ വിരുദ്ധ റാലി സംഘടിപ്പിക്കുന്നത് ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തോയ്ബ തുടങ്ങിയ സംഘടനകളാണ്. അവിടെ ഹമാസിന്റെ നേതാവ് ഖാലിദ് ഗദൌമി അവിടെ വന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ് ഇന്ത്യക്കെതിരെ. അങ്ങനെ ഭാരതത്തിനെതിരെ സംസാരിക്കാൻ ഹമാസിന് ധൈര്യം പകരുന്നത് എവിടെ നിന്നാണ്? ഇത്തരത്തിൽ ഹമാസിനെ ഈ കശ്മീർ വിഷയത്തിലേക്ക് അടക്കം വലിച്ചിഴക്കപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് വെറും കുട്ടിക്കളിയല്ല എന്ന് പറയുന്നത്. ഏതോ കുട്ടികൾ ഉയർത്തിയ ചിത്രം എന്നാണല്ലോ അങ്ങയുടെ ഒരു വാദമായി നിലനിൽക്കുന്നത്. ഇതെങ്ങനെ കുട്ടിക്കളിയാകും ഷാക്കിർ? ഞാൻ ആദ്യം ഒരു കാര്യം പറയേണ്ടതുണ്ട്. ജനം ടി വി ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ്, നമുക്ക് ഒരു വിഷയത്തിൽ സംസാരിക്കാൻ സമയമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. മാത്രമല്ല രാഷ്ട്രീയ ചർച്ചയ്ക്ക് താല്പര്യമുള്ളൂ. ഇവിടെ ഏതെങ്കിലും ഇസ്ലാമിനെ നിശിതമായി വിമർശിക്കാൻ വേണ്ടി കൂലിത്തൊഴിലാളി ആയി നടക്കുന്ന രണ്ടുപേരെ ഇരുത്തി നിരന്തരമായി ഒരു വിഭാഗത്തെ അധിക്ഷേപിക്കാൻ വേണ്ടി ആ പേര് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ ഞാൻ എനിക്ക് നിങ്ങൾ 3 പേർക്ക് 45 മിനിറ്റ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ ഒരാൾ പോലും ഇസ്ലാമിനെതിരെ പറഞ്ഞിട്ടില്ല. ഷാക്കിർ ചർച്ച ഞാൻ സംസാരിക്കും, നിങ്ങൾ ഇടപെടരുത്. ഒന്ന്, ബിജെപിയുടെ നേതാവ് പ്രശാന്ത് ശിവനോക്ക് ഒരു സംഘടനയുടെ പ്രതിനിധിയാണ്. ഞാൻ ഉത്തരവാദപ്പെട്ട യൂത്ത് ലീഗിന്റെ ഒരു ഭാരവാഹിയാണ്. വേറെ 2 പേരെ നിങ്ങൾ ഈ സ്റ്റുഡിയോയിൽ സ്ഥിരമായി ഇരുത്തിയിട്ട് അവർ മുസ്ലിം നാമധാരികളാണ് എന്നുള്ളത് കൊണ്ട് എന്ത് തോന്നിവാസം വിളിച്ചു പറയാൻ അവർക്ക് ജനം ടി വി ലൈസൻസ് കൊടുത്താൽ നിങ്ങൾ കൊടുത്തോളി, നിങ്ങളുടെ ചാനൽ ഞാൻ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് മാത്രമല്ല നമുക്കും അവകാശമുണ്ട്. സംഘികളോട് സംസാരിക്കാൻ താല്പര്യമില്ല. ജിഹാദികൾക്ക് മാത്രമല്ല സംഘികൾക്കും പറയാം. ഇവിടെ സംഘികൾക്ക് മാത്രമല്ല ജിഹാദികൾക്കും പറയാൻ പറ്റുന്നത് പോലെ സാക്കിറിനെ പോലുള്ള ജിഹാദികൾക്ക് മാത്രമല്ല സംഘികൾക്കും ബോധപൂർവം നിങ്ങളുടെ ജിഹാദികളോട് എടുക്കല്ലേ? നിങ്ങൾ ഞാൻ ഇവർ സംസാരിച്ചപ്പോ ഞാൻ ഇടപെട്ടിരുന്നോ? ഞാൻ ഇടപെട്ടിരുന്നോ? ഇവർ പറയുന്ന തോന്നിവാസങ്ങൾ മുഴുവൻ കേട്ട് ക്ഷമയോടെ കേട്ടിരുന്നില്ലേ? എനിക്ക് പറയാൻ സമയം തരൂ. ആ ജിഹാദിക്ക് അല്പം സമയം കൊടുക്കും. അസ്വസ്ഥത കാണിക്കുന്നത് പറയൂ, തോന്നിവാസം പറയൂ ജിഹാദി പ്ലീസ്. മോഹൻലാൽ പറഞ്ഞൊരു ഡയലോഗാ നിന്നോട് എനിക്ക് പറയാൻ തോന്നുന്നത്. നിന്റെ അല്ല എനിക്ക് പപ്പ് പറയുന്നതാണ് എനിക്ക് മോഹൻലാൽ പറഞ്ഞതാ നിന്നോട് എനിക്ക് പറയല്. എനിക്ക് പറയാനുള്ളത് ആ ചെറിയ സ്പാനർ എടുക്കും, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഈ ജിഹാദി ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. പറയുന്നത് കേട്ട് പോകാൻ വന്നവനല്ല ഞാൻ. നീ അത് മനസ്സിലാക്കി. ഒന്ന് നീലിമ, ഒന്ന് സംസാരിക്കാൻ സമയം തരൂ. ഒരു മര്യാദ ഇല്ലേ അയാൾക്ക്? ഞാൻ പറഞ്ഞതിന് ശേഷം സമയം കൊടുത്തോളി. 10-15 മിനിറ്റ് നിങ്ങൾ സമയം കൊടുത്തല്ലേ ഇവർക്ക്? എനിക്ക് ഞാൻ ഇവരെ പോലെ നാഥനില്ലാത്ത ആളല്ല. ഒരു പാർട്ടിയുടെ ഒരു ഉത്തരവാദപ്പെട്ട ആളെ ഞാൻ വെറുതെ വന്നിരുന്നിട്ട് ഇവർക്ക് കേട്ടിട്ട് പോകാൻ വന്നതാ. ഞാൻ പറഞ്ഞല്ലോ, പ്രശാന്ത് ശിവൻ പറഞ്ഞത് ഞാൻ വളരെ ബഹുമാനിക്കുന്നു. അദ്ദേഹത്തിന്റെ ആശയത്തെ, ആദർശത്തെ, സംസാരത്തെ, അത് അദ്ദേഹത്തിന്റെ പാർട്ടി, അദ്ദേഹത്തിന്റെ നിലപാടാ. ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലായിട്ടുള്ള ബോധ്യമായിട്ട് സംഗതികളാണ്. അത് പറയാൻ സമയം തരാതെ ഈ നാഥനില്ലാത്ത ടീമിന്റെ സംസാരം കേൾക്കാൻ ദയവ് ചെയ്ത് വിളിക്കരുത്. അല്പം മര്യാദയുള്ള മാന്യതയുള്ള ആളുകളൊക്കെ ആവണ്ടേ? ഞാൻ ആ പ്രശാന്ത് ശിവനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. പ്രശാന്ത് ശിവനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് ആശയത്തോട് നമുക്ക് വിയോജിപ്പുണ്ട്, പക്ഷെ അദ്ദേഹത്തെ ഞാൻ വിമർശിച്ചിട്ടില്ലല്ലോ. പിന്നെ എന്താ പറയാ, ഇല്ല കഥ വന്ന് പറഞ്ഞ് അവർക്ക് നിങ്ങൾ പ്രോത്സാഹനം കൊടുക്കും, സമയം കൊടുത്തോളി, കുഴപ്പമൊന്നുമില്ല.
ഒന്ന് സംസാരിക്കാൻ ഒന്ന് ക്ഷമ കാണിക്കുക എന്റെ സഹോദര. അത് പറയാം. അതെ, ഞാനൊരു കാര്യം പറഞ്ഞിട്ട് സംസാരിച്ചു. നിങ്ങൾ ആരിഫ് ഹുസൈൻ ഇഷ്ടമുള്ളത് പറഞ്ഞോ. ഡോക്ടർ ആരിഫ് ഹുസൈൻ അദ്ദേഹത്തിന് വലിയ പരാതിയുണ്ട്, സമയം കൊടുക്കുന്നില്ല എന്ന് അദ്ദേഹം ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. താങ്കൾ പറയൂ, ഷാക്കിർ പറയൂ. ഞാനൊരു ചോദ്യം അങ്ങയുടെ മുന്നിലേക്ക് ഇട്ടു. പാക് ഓക്യുപ്പൈഡ് കാശ്മീരിൽ ഈ ഇന്ത്യ വിരുദ്ധ, ഇന്ത്യക്കെതിരെ എപ്പോഴും യുദ്ധം പ്രാപിക്കുന്ന ഭീകര സംഘടനകളുമായി ഹമാസ് കൈകോർത്തിരിക്കുകയാണ്. ആ ഹമാസിന്റെ നേതാക്കളെയാണ് കേരളത്തിന്റെ മണ്ണിൽ നിങ്ങൾ ഇറക്കി വിട്ടിരിക്കുന്നത്. അതിനെന്താണ് ന്യായം? നീലിമയുടെ ചോദ്യം ഞാൻ കേട്ട്, ഞാൻ മറുപടി പറയട്ടെ? പറയൂ, അതിനാണ് ചോദിച്ചത്. മറുപടി പറയട്ടെ? മറുപടി പറയട്ടെ. നിങ്ങൾ ആ ചോദ്യം തിരുത്തണം ആദ്യം. നിങ്ങൾ ഇറക്കി വിട്ടോ? നിങ്ങൾ ഒരു മിനിറ്റ്, ആ ചോദ്യം തിരുത്തണം. ഞങ്ങൾ ഇറക്കി വിട്ടിട്ടില്ല. നിങ്ങൾ, അതായത് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് പിന്തുണ കൊടുക്കുന്ന ആളുകളെ നിങ്ങൾ ഇറക്കി വിട്ടു. പിന്നെ ആരാണ് ഇറക്കി വിട്ടത്? ആരാണ് ഇറക്കി വിട്ടതെന്ന് പറയൂ. അത് പറയൂ. ഞങ്ങളാണോ? ഞങ്ങൾക്കറിയോ? പ്രശാന്ത് ശിവൻ പിന്നെ പോസ്റ്റർ പൊക്കിയതാണോ നിങ്ങൾ ചോദിക്കുന്നത്? ആരാണ് പോസ്റ്ററുമായി ആ കുട്ടികളെ അടക്കം ഈ ഉത്സവത്തിലേക്ക് ഞാൻ പറയാം അതിന് മറുപടി. അത് അത്തരം ഒരു സംഭവം, അതിനാണ് VT ബൽറാം കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ അത് പോസിറ്റീവ് സെൻസിൽ എടുക്ക്. നിങ്ങൾ ആ VT ബൽറാമിന്റെ പോസ്റ്റ് പോസിറ്റീവ് സെൻസിൽ എടുക്ക്. അത്തരം ഒരു സംഭവിക്കാൻ പാടില്ലാത്ത സംഗതി അവിടെ നടന്നത്, അവിടെ സംഭവിക്കാൻ പാടില്ലാത്ത സംഗതി. എനിക്കൊരു സ്പേസ് തരുമോ? അയാളൊന്നും മിണ്ടാതിരിക്കാൻ പറയാതെയോ? ഒന്ന് പറയട്ടെ. താങ്കളൊന്ന് മറുപടി പറയൂ, എന്നിട്ട് വേണം മറ്റുള്ളവർക്ക് ഇക്കാര്യത്തിൽ മറുപടി പറയാൻ. അല്ല, നിങ്ങൾ ചോദ്യം തന്നെ തെറ്റാണല്ലോ. അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ? നിങ്ങൾ ഇറക്കി വിട്ടു. ആരാണ് അല്ല, ആരാണ് ഇറക്കി വിട്ടത്? പറയൂ. എന്നാ ആരിഫ് ഹുസൈൻ ഒന്ന് ചോദിക്കട്ടെ. ഇവിടുത്തെ സംഘപരിവാർ സംഘടനകളല്ലല്ലോ എന്തായാലും അത്തരത്തിൽ ഇറക്കി വിട്ടിട്ടുള്ളത്. പിന്നെ സംഘപരിവാർ സംഘടനയുടെ പ്രസിഡന്റ് അതിനെ ആശംസ അറിയിച്ചിട്ടുണ്ടല്ലോ. KP ശ്രീനിവാസൻ അതിന്റെ ജനറൽ സെക്രട്ടറി ആണല്ലോ. അത് വളരെ കൃത്യമായി പോയതാണ് ഷാക്കിർ. അത് പ്രശാന്ത് ശിവൻ ക്ലാരിറ്റി വരുത്തി പോയതാണ്. താങ്കൾ വിഷയത്തിലേക്ക് വരൂ. താങ്കൾ വിഷയത്തിലേക്ക് വരൂ. ഭാരതവുമായി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന ഭീകര സംഘടനകളുമായി കൈകോർക്കുന്ന ഹമാസിനെ എന്തിന് കേരളത്തിലേക്ക് കൊണ്ടുവന്നു? സത്യസന്ധമായി അത് നിങ്ങൾ കൊണ്ടുവന്ന ആളുകളോട് ചോദിക്കേ. അങ്ങനെ ആരെങ്കിലും കൊണ്ടുവന്ന് അവരോട് ചോദിക്കേ. അതിന് മറുപടി പറയേണ്ട ബാധ്യത നമുക്കില്ലല്ലോ. നമ്മൾ ആരെങ്കിലും ഒരാൾ, നേരത്തെ പ്രശാന്ത് ശിവൻ പറഞ്ഞൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഇസ്ലാമിക സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ, ഒന്ന് അയാളോട് മിണ്ടാണ്ടിരിക്കാൻ പറയും. പൊന്നരനിരുമേ, ഞാൻ നേരത്തെ പ്രശാന്ത് ശിവൻ പറഞ്ഞില്ലേ, അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഇസ്ലാമിക മതവിശ്വാസികളോ രാഷ്ട്രീയ പാർട്ടികളോ സംഘടനയാണോ അതോ പോരാളികളാണോ? അതിനൊരു മറുപടി പറഞ്ഞു പോകൂ പ്ലീസ്. അതിനെങ്കിലും പ്ലീസ്. ബലറാമിനും അത് പറയാനുള്ള നട്ടലില്ല. ക്ഷമയോടെ കേൾക്കാൻ തയ്യാറുണ്ടോ? ഓക്കെ, തീർച്ചയായിട്ടും ഞങ്ങൾ ക്ഷമയോടെ നോക്കിയിരിക്കുകയാണ് താങ്കൾ എന്ത് പറയുന്നു എന്നറിയാം. കേൾക്കോ? അതെ, ഹമാസ് അവരവകാശപ്പെടുന്നത് ഫലസ്തീനിലെ സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്നാണ്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ലോകത്തിലെ തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനങ്ങളെ കൂട്ടത്തിൽ എണ്ണുമ്പോൾ 1 ഇസ്രായേൽ, 2 അമേരിക്ക, 3 RSS, ആ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് ഹമാസിനെയും വേണ്ടാം. ഞാൻ ഒരു മനുഷ്യനെയും ഷാക്കിറിന്റെ മദ്രസ കണക്കും മദ്രസ വായ്ത്താരി എടുക്കില്ല. നമ്മൾ ചോദിക്കും, ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റുമോ? അതിനൊരു മറുപടി ഇവിടെ പ്ലീസ്.